പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിലേക്ക് അധ്യാപകരുടെ ഈ സമര മാർച്ച്, ഈ ധർണാ സമരം നടക്കുമ്പോൾ ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ച്, ഈ മാർച്ചിൽ ഉയർത്തുന്ന അധ്യാപകരുടെ ജീവൽ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖലയുടെ നിലനിൽപ്പിന് ആധാരമായ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും നന്നായിട്ട് തന്നെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് അധ്യാപകരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, അത് തലമുറകളെ ബാധിക്കുന്ന വിഷയമാണ്. കേരളത്തിൻ്റെ വരും തലമുറയെ, രക്ഷിതാക്കളെയും നമ്മുടെ കുട്ടികളെയും സാരമായിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ അടിസ്ഥാനരഹിതമായ, ന്യായയുക്തമല്ലാത്ത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതാണ് ഗവൺമെൻറ് ചെയ്ത ഏറ്റവും അപകടകരമായ തെറ്റ്. ഈ പരിഷ്കാരങ്ങൾ, വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കറിയാം, വർഷങ്ങളായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സമയ ചിട്ടയുണ്ട്. ആ കാര്യത്തിൽ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അതിനെ പൊളിച്ചെഴുതുമ്പോൾ, ഒരു സുപ്രഭാതത്തിൽ അതിലെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അധ്യാപക സംഘടനകളുമായിട്ട്, അത് KPSTA മാത്രമല്ല മറ്റ് അധ്യാപക സംഘടനകളുമായിട്ട് ആലോചിക്കാം. വേണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വവുമായിട്ടും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായിട്ടും ആലോചിക്കാം. രക്ഷിതാക്കളുടെ ഫോറങ്ങൾ ഉണ്ടെങ്കിൽ അതുമായിട്ടും ആലോചിക്കാം. പക്ഷേ കേരള ഗവൺമെൻറ് ആരുമായും ആലോചിക്കാതെ ഏകപക്ഷീയമായിട്ടാണ് ഈ സ്കൂൾ സമയക്രമങ്ങളിൽ മാറ്റം വരുത്തിയത്. അതിനെതിരെയാണ് KPSTA ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പറഞ്ഞു, ഈ പരിഷ്കാരങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്ക്, ഈ വിദ്യാഭ്യാസ സംവിധാനത്തിനാകെ അപകടം ചെയ്യുമെന്ന് പറഞ്ഞു. അത് പുനഃപരിശോധിക്കാൻ പറഞ്ഞു. പുനഃപരിശോധിക്കാനായിട്ട് സർക്കാർ നിയമിച്ച വിദഗ്ധ കമ്മിറ്റിയുടെ മുൻപിൽ KPSTA വാദങ്ങളെല്ലാം ഉയർത്തി. 5 ദിവസമാണ്, നമുക്കറിയാം, നമ്മളെല്ലാം സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പഠിച്ചവരാണ്. 5 ദിവസമാണ് അധ്യയന ദിവസങ്ങൾ. അതിനപ്പുറത്ത് കുട്ടികൾക്ക് മറ്റ് കായിക പരിപാടികളുണ്ട്, കലാപരിപാടികളുണ്ട്, നാട്ടിലെ പരിപാടികളുണ്ട്. വീടുകളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മുടെ മക്കളെ ആ നിലയിൽ നന്മയിൽ വളർത്തേണ്ടതായിട്ടുണ്ട്. 5 ദിവസമാണ് ഒരു ആഴ്ചയിൽ അധ്യയന ദിവസങ്ങളായിട്ട് വേണ്ടത്. KPSTA നന്നായിട്ട് തന്നെ ആ കാര്യങ്ങൾ സമർത്ഥിച്ചു, ഗവൺമെൻറ് അത് അംഗീകരിച്ചു. അപ്പോഴാണ് നമ്മളിവിടെ കേട്ടതുപോലെ പരിഷ്കാരത്തിന് വേണ്ടി ഒരു പരിഷ്കാരം. ഒരേ സ്കൂളിൽ തന്നെ, 1-ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഒരേ സ്കൂളിൽ തന്നെ ഒരു ചെറിയ വിഭാഗം ക്ലാസ്സുകൾക്ക് മാത്രം 9:45, 4:15 വരെ ഒരു പരിഷ്കാരം. ഈ പരിഷ്കാരം സത്യത്തിൽ എന്തിനു വേണ്ടിയാണ്? പരിഷ്കാരത്തിന് വേണ്ടിയുള്ളൊരു പരിഷ്കാരം, നന്മയ്ക്ക് വേണ്ടിയല്ല, എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല. അവിടെയാണ് ഇവിടെ അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ ആലോചിച്ചൊരു വിഷയമാണ്. ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ഒരേ വീട്ടിൽ നിന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുമുണ്ട്, UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുമുണ്ട്. ഒരു വാഹനത്തിൽ രക്ഷിതാവ് കൊണ്ടുവിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു സമയം ക്രമീകരിച്ച് ജോലിക്ക് പോകുന്ന അച്ഛനും അമ്മയുമാണെങ്കിൽ അവർക്ക് എങ്ങനെ ആ സമയം ക്രമീകരിക്കാൻ സാധിക്കും? ബെല്ലടിച്ച് കുട്ടികളെ ക്ലാസ്സിൽ കയറ്റുക. ആദ്യത്തെ ബെല്ലിന് കുറേ കുട്ടികൾ കയറണം, അപ്പോൾ രണ്ടാമത്തെ ബെല്ലിൻ്റെ കുട്ടികൾ കാത്തിരിക്കണം. കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ക്ലാസ് ആരംഭിക്കുന്നു, അവസാനിക്കുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ ബെല്ല്, ക്ലാസ് അവസാനിപ്പിക്കുന്ന ബെല്ല് കേൾക്കാൻ നമ്മളൊക്കെ കാത്തു നിൽക്കുകയായിരുന്നു. കുട്ടികൾ കാത്തു നിൽക്കുകയായിരിക്കും. ഏത് ബെല്ലാണ്, ആർക്ക് പോകാനുള്ള ബെല്ലാണെന്നറിയാതെ കുട്ടികൾ ഇറങ്ങി ഓടും. സത്യത്തിൽ ഈ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഈ പരിഷ്കാരമാണ് കേരളത്തിലെ ഏറ്റവും അപകടകരമായത്. ഈ പരിഷ്കാരത്തിന് പാസ് മാർക്ക് ആരും കൊടുക്കില്ല. ഈ പരിഷ്കാരം പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടൊരു പിടിവാശി വേണ്ട, വാശി വേണ്ട. വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വാശിയുണ്ടെങ്കിൽ മന്ത്രി ഇടപെട്ട് ആ വാശി പിൻവലിച്ചുകൊണ്ട്, ഈ തെറ്റായ കിരാതമായ ഈ പരിഷ്കാരം പിൻവലിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ, അധ്യാപകരെയും വിദ്യാർത്ഥികളെയും, രക്ഷിതാക്കൾ ആ നിലയിൽ സംഘടിതരല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.